പറയാനേ പറഞ്ഞോളൂ, അത് എടുത്ത് ഉടനെ തിന്നാൻ പറഞ്ഞില്ല. ഇതെന്തോ ഇത് എപ്പോഴും ഈ ചോറേ ഉള്ളൂ? നിനക്ക് ഒരു ചപ്പാത്തി വേണം വൈകിട്ട് ഉണ്ടാക്കിക്കൂടെ? രാവിലെ വൈകിട്ട്, ഉച്ചക്ക് ചോറ്, വൈകിട്ട് ചോറ്. എന്തോ ചേട്ടാ ഇത്? രാവിലെ ഞാൻ 3-3.5 ഗ്ലാസ് അരി ഇട്ടതാ. ഇനിയിപ്പോ ഇന്നത്തെ ഇത് കഴിക്കും, നാളെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ എനിക്ക് വയ്യ, ഈ ചപ്പാത്തി പരത്താൻ കൊണ്ട് എന്തൊരു പാടാണെന്നറിയാമോ? ഇതെല്ലാം കൂടെ എങ്ങനെ പരത്തും ഞാൻ? അല്ലെങ്കിൽ പിന്നെ ചേട്ടൻ വന്നതൊന്നും സഹായിര്, ചപ്പാത്തി ഒന്ന് പരത്തിട്ടാ ഞാൻ അന്നേരം ചുട്ടെടുക്കാം. ചപ്പാത്തി ഒന്നും പരത്തി എടുക്കുന്നൊന്നും ഈ ഒരു ജോലിയൊന്നുമല്ല. ഇപ്പൊ നിഷ്പ്രയാസം ചപ്പാത്തി പരത്തി ചുട്ടെടുക്കാൻ പറ്റും. ചേട്ടായി അങ്ങനെ നിഷ്പ്രയാസം ഉണ്ടെങ്കിൽ ചേട്ടൻ തന്നെ ഒന്ന് ചെയ്തതാ, ഞാൻ ഉണ്ടാക്കാം. ബാ. ഓ, എന്തോ ചോദിച്ചാലും മറുപടികളുണ്ടല്ലോ. എന്റെ ചേട്ടൻ ഞാനും ജോലിക്ക് പോകുന്ന ആളല്ലേ, എന്ന് ഈ ചപ്പാത്തി വേണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യാനാ? ഒന്നേ ചേട്ടൻ വന്ന് ഒന്ന് പൊഴിച്ചു തരണം. രാവിലെ ജോലിക്ക് പോകുന്നു, തിരിച്ച് ഞാനും ചേട്ടനെ പോലെ തന്നെയാ വരുന്നത്. ചേട്ടൻ തന്നെ ഒന്ന് ചെയ്തതാ. ബാ, ഞാൻ ഉണ്ടാക്കാം. ബാ, ശരിയാക്കി തരാം. ഇതെന്തോ സാധനം ഏട്ടാ? ഇതാണ് ചപ്പാത്തി മേക്കറാണ്. ചപ്പാത്തി ഉണ്ടാക്കാൻ നിഷ്പ്രയാസം. ഇതാണ് സംഭവം. ഇത് വെച്ച് നമുക്ക് നിഷ്പ്രയാസം ചപ്പാത്തി ഉണ്ടാക്കാം. അയ്യോ, ഇത് കൊള്ളാല്ലേ ചേട്ടാ. അപ്പൊ ചേട്ടൻ ചപ്പാത്തി ഉണ്ടായിട്ടാ, എന്നിട്ട് എളുപ്പമാണോ ഇല്ലയോ എന്ന് ഞാൻ എന്നിട്ട് പറയാം. ഇന്ന് ചപ്പാത്തി തിന്നിട്ട് തന്നെ ബാക്കി കാര്യം. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ അപ്പൊ ഉണ്ടാക്കി അല്ലെ എന്നെ കൂടെ സ്ഥിരമായിട്ട് ജീവിക്കാനല്ലയോ? ഉണ്ടാക്കി നോക്കണം. ഞാൻ ഉണ്ടാക്കാം, അറിയത്തില്ല, നോക്കാം. ഓക്കെ, പഠിച്ചു പോയി. മുല്ലപ്പൂമ്പടി ഏറ്റ് കിടക്കും കല്ലിന് കൊണ്ടൊരു സൗരഭ്യം എന്നാ. പടിയായിരിക്കും, ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ല, ധൈര്യം ചെയ്തു. ചപ്പാത്തി വളരെ സോഫ്റ്റ് ആണ്. അങ്ങനെ ഉള്ള സമയത്ത് കിട്ടിയ മതി, കിട്ടാത്ത മതി. ഞാൻ തിന്നാൻ പറഞ്ഞില്ല, അതിന് സോഫ്റ്റ് ആണെന്ന് പറയാനേ പറഞ്ഞുള്ളൂ, അത് എടുത്ത് ഉടനെ തിന്നാൻ പറഞ്ഞില്ല. ബിന്ദുസേ, ചപ്പാത്തി മാത്രമല്ല ഇതിനകത്ത് നമുക്ക് ഉണ്ടാക്കാവുന്നത്. പിസ്സ ഉണ്ടാക്കാം, പൊറോട്ട ഉണ്ടാക്കാം, മുട്ട ഓംപ്ലേറ്റ് ചെയ്യാം, ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാം, ദോശ ഉണ്ടാക്കാം. അങ്ങനെ കുറെ ഐറ്റംസ് ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ചപ്പാത്തിയാണ് നമുക്ക് പരത്തുന്നതിനോടൊപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്നത് ചപ്പാത്തിയാണ്. അതുകൊണ്ടാണ് ഇതിനെ പ്രത്യേകിച്ച് നമ്മൾ ചപ്പാത്തി മേക്കർ എന്ന് പറയുന്നത്. നമ്മുടെ ചേട്ടൻ കൊണ്ടുവന്നിട്ടുള്ള ചപ്പാത്തി മേക്കർ നല്ല സൂപ്പർ ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മേക്കറാണത്. പിന്നെ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് പൊള്ളി വരുന്നുണ്ട്, നല്ല സൂപ്പർ ആയിട്ട് പൊള്ളി വരുന്നുണ്ട്. ഇനി തൊട്ട് എന്റെ ചേട്ടൻ കഷ്ടപ്പെടുകയോ വേണ്ട, ഞാൻ തന്നെ ചപ്പാത്തി ഉണ്ടാക്കിക്കോളാം. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ഐറ്റമാണ്.